പിതാവിൻ്റെ മാണിക്യം. വർഷങ്ങൾക്ക് മുൻപ് ഞാൻ എഴുതിയ ആർട്ടിക്കിൾ ഗോഡ് ഈസ് ലവ് മിസ്സിസ് ഓമന വർഗീസ് എലിവത്തിങ്കൽ. ഈശോ പറഞ്ഞ കഥ ആർട്ടിക്കിളിൽ മേൽ ഉണ്ടായിരുന്നു. ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥ പിതാവിൻ്റെ മാണിക്യം ആർട്ടിക്കിളിൽ ഏറ്റവും അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥ. ഈ ആർട്ടിക്കിൾ എൻ്റെ ബുക്കുകളൊക്കെ ഇറക്കുന്നതിനേക്കാളും മുൻപ്, വർഷങ്ങൾ കുറേ മുൻപ് ഇറക്കിയ ആർട്ടിക്കിളാണ്. ഇതാണ് ഒരു ആൻഡ്രൂസ് താഴത്തിൻ്റെയും തൂങ്കുഴി പിതാവിൻ്റെയും ബർത്ത്ഡേ ആയി മാർപ്പാപ്പയുടെ ബെസ്റ്റ് വിഷസ് കവറിൽ കുറേ ആർട്ടിക്കിൾ ഉള്ളിലാക്കി, ഈ പിതാവിൻ്റെ മാണിക്യവും ഉള്ളിലാക്കി അവരുടെ ബർത്ത്ഡേ ആയി ഞാൻ കൊടുത്ത സമ്മാനം. അതോടൊപ്പം ഒരു ചാക്ക് സാരികൾ, അനുവാദമൊന്നും ചോദിക്കാതെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള നല്ല സാരികൾ, പാവപ്പെട്ട കുട്ടികളുടെ കല്യാണത്തിന് വേണ്ടി. ആരോടും അനുവാദം ചോദിക്കാതെ സ്റ്റേജിലെ രണ്ട് പിതാക്കന്മാരുടെയും സംസാരം കഴിഞ്ഞപ്പോൾ ഈ ആർട്ടിക്കിൾ പിതാവിൻ്റെ മാണിക്യം ഉള്ളിൽ വെച്ച കവറും അതിൻ്റെ കൂടെ വേറെ ആർട്ടിക്കിളുമുണ്ട്. അതോടൊപ്പം ഒരു ചാക്ക് സാരിയും, നല്ല പട്ട് സാരികൾ, ആരോടും അനുവാദം ചോദിക്കാതെ സ്റ്റേജിൻ്റെ സൈഡിൽ കൂടെ കയറി രണ്ട് പിതാക്കന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഹാപ്പി ബർത്ത്ഡേ തൂങ്കുഴി പിതാവേ, ഹാപ്പി ബർത്ത്ഡേ ആൻഡ്രൂസ് താഴത്ത് പിതാവേ എന്ന് പറയുകയും കവർ അവരുടെ കയ്യിൽ കൊടുത്തു. സാരിയുടെ ചാക്ക് അവർ ഒരാളോട് പറഞ്ഞ് സ്റ്റേജിൽ നിന്ന് എടുത്തു. ഞാൻ പറഞ്ഞു, ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സാരികളാണ്, പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, പിതാക്കന്മാരുടെ ബർത്ത്ഡേ ആയി എൻ്റെ സമ്മാനം. അന്നു മുതലാണ് പള്ളികളിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി വീടുകളിൽ നിന്ന് പെട്ടി വയ്ക്കലും സാരി കളക്ട് ചെയ്യലും. അന്ന് കാലത്ത് ഒരു 26 കൊല്ലം മുൻപ്, 2003 ആണെന്ന് തോന്നുന്നു, 2001 2003, അതായത് 23 കൊല്ലം മുൻപ് ഞാൻ കൊടുത്ത സമ്മാനം പിതാവിൻ്റെ മാണിക്യം ആർട്ടിക്കിളും അതോടൊപ്പം ഒരു 15 ആർട്ടിക്കിളും. ഞങ്ങൾ ഈ കുടുംബത്തേക്ക് വന്ന മാർപ്പാപ്പയുടെ ബെസ്റ്റ് വിഷസ്, ഫ്രാൻസിസ് പാപ്പയുടെ ബെസ്റ്റ് വിഷസ്, ജോൺ പോൾ മാർപ്പാപ്പയുടെ ബെസ്റ്റ് വിഷസ് വന്ന കവർ ആക്കിയിട്ട് അതിൽ വെച്ചിട്ടാണ് ഞാൻ കൊടുത്തത് സാരികളും. അന്ന് മുതലാണ്, 23 കൊല്ലം മുന്നാണ് ഓരോ പള്ളികളിലെ വീടുകളിൽ സാരികളുണ്ടെങ്കിൽ ഇവിടെ പെട്ടിയിൽ നിക്ഷേപിക്കുക എന്ന ആ മാതൃക ഞാനാണ് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാൻ കൊടുത്തതിൻ്റെ കണക്ക് പറയുകയല്ല. അന്ന് കാലത്തൊക്കെ എനിക്ക് തലയ്ക്ക് വട്ടാണ് എന്നുള്ള രീതിയിൽ സംസാരമുണ്ടായിരുന്നു. എല്ലാം സഹിച്ച് ദൈവത്തിൻ്റെ പദ്ധതി അല്ലാതെ എന്നിലൊന്നും നടക്കില്ല എന്ന പൂർണ്ണ വിശ്വാസത്തോടെ എല്ലാം സഹിച്ച് മുന്നോട്ട് നീങ്ങി. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. തയ്യാലക്കൽ ഗ്രൂപ്പിലെ ബിജു ബ്ലാക്ക് ആൻഡ് വൈറ്റ് താടിയൊക്കെ ആയിട്ടുള്ള ഒരു ഫോട്ടോ വിട്ടിട്ട് അതോടൊപ്പം ഒരു പാട്ട്, കുർബാനയ്ക്കൊക്കെ പാടുന്ന പാട്ട്. മരിയ ചോദിച്ചു എന്നോട്, എൻ്റെ മകൾ ചോദിച്ചു, അമ്മ തയ്യാലക്കൽ ഗ്രൂപ്പിൽ കണ്ടുവോ ബിജു താടിയും ബ്ലാക്ക് ആൻഡ് വൈറ്റും ഒക്കെ ആയി ഈശോയുടെ ഒരു പാട്ട്, കുർബാനയിൽ പാടുന്ന പാട്ട് പാടിയിട്ട് എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ ബിജുവിനെ, എന്താ ഇങ്ങനെ കൊടുത്തേ ആള് എന്ന് ചോദിച്ചു. ഞാനൊന്നും അവളോട് പറഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ തയ്യാലക്കൽ ഗ്രൂപ്പിൽ മറുപടി വിടുന്നു. സ്നേഹം. ബിജുവിൻ്റെ കാര്യം എന്താണെന്ന് എൻ്റെ മകൾ ചോദിച്ചപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഗോഡ് ഈസ് ലവ്. ഇതാണ് എനിക്ക് മറുപടി പറയാനുള്ളത്. അതോടൊപ്പം ഈ ബുക്കിൻ്റെ പടവും.
ബാക്ക് ചട്ട. എല്ലാവർക്കും നന്മ വരട്ടെ. ഗുഡ് മോർണിംഗ്.